പാറു ഡോർ തുറക്കാൻ വരുമ്പോഴേക്കും വത്സല വന്നത് ചെയ്തിരുന്നു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവും ജഗനും അകത്തേക്ക് കയറി. കുറച്ച് മാറി നിൽക്കുന്ന പാറുവിനെ കണ്ടതും ദേവ് അവൾക്കരികിലേക്ക് നടന്നു. ഡിഡ് യു ക്രൈ? അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ ചോദിച്ചതും അവളൊന്ന് പതറി. ദേവിൻ്റെ ചോദ്യവും പാറുവിൻ്റെ ദയനീയമായ നിൽപ്പും കണ്ട് അമ്മുവിന് ചിരി വന്നു. എന്തിനാടി കുരിപ്പെ ചിരിക്കുന്നത്? അവൾക്കരികിലേക്ക് ചെന്ന് ജഗൻ പതിയെ തിരക്കി. തിരികെ കണ്ണിറുട്ടലാണ് അവന് കിട്ടിയത്. ദേ, ആ പെണ്ണുപിളെ എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. അവര് പാറുവിനെ നോക്കുന്ന നോട്ടം കണ്ടോ? പാറുവിനെ ഇഷ്ടക്കേടോടെ നോക്കുന്ന വത്സലയെ കാട്ടിക്കൊണ്ട് അമ്മു ജഗനോടായി പറഞ്ഞു. എന്താടി, എന്തെങ്കിലും പറഞ്ഞോ അവര്? അത്ര നേരം കൂളായി നിന്നിരുന്നവൻ്റെ ശബ്ദം ഗൗരവത്തിലായി. ഇതിനിടയിൽ ദേവിനെ കണ്ട തുമ്പി അവനരികിലേക്ക് പോകാൻ അമ്മുവിൻ്റെ കയ്യിലിരുന്ന് ഞെളിപിരി കൊള്ളുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എന്തോ പോലെ. ഓ, എൻ്റെ കുഞ്ഞിപ്പുഴോ, ഒന്ന് അടങ്ങിയിരിക്കടി. തുമ്പിയെ ഒരുവിധം അടക്കിയിരുത്താൻ ശ്രമിക്കുന്നുണ്ട് അവൻ. ബേബി. പാറുവിൻ്റെ മറുപടി ഒന്നുമില്ലെന്ന് കണ്ട് ദേവ് ഗൗരവത്തിൽ വിളിച്ചു. പാറു പതിയെയൊന്ന് മൂളി. കാശിയൊന്ന് നിശ്വസിച്ചു. വാ. തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും തുമ്പി ശബ്ദത്തിൽ വിളിച്ചു. ദേവിൻ്റെ ശ്രദ്ധയും അവിടേക്കായി. പ്രിൻസസ്. അവൻ്റെ വിളി കേട്ടതും തുമ്പി കുഞ്ഞിപ്പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് പോകാൻ തിടുക്കം കാട്ടി. ദേവേട്ടാ, വേഗം ഫ്രഷായി വന്ന് ഈ കുറുമ്പി എടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ പെണ്ണാകെ സീനാക്കുവേ, അമ്മു ചിരിയോടെ പറഞ്ഞു. പപ്പ ഫ്രഷായി വന്നിട്ട് എൻ്റെ പ്രിൻസസിനെ എടുക്കാം. തുമ്പിയെ കൊഞ്ചിക്കും പോലെ അവൻ പറഞ്ഞിട്ട് പാറുവിനെ ഒന്ന് നോക്കി. ദാ, ഈ പീക്കിരിയും കൊണ്ട് പൊക്കോ. പാറുവിൻ്റെ കയ്യിലേക്ക് തുമ്പിയെ കൊടുത്തുകൊണ്ട് അമ്മു പറഞ്ഞതും അവൾ ചിരിയോടെ തുമ്പിയെയും കൊണ്ട് തങ്ങളുടെ റൂമിലേക്ക് നടന്നു. അപ്പോൾ അത് ശരിക്കും ദേവസാറിൻ്റെ ഭാര്യയും കൊച്ചും തന്നെയാണല്ലേ? വത്സലയുടെ ചോദ്യം കേട്ടതും ജഗനും അമ്മുവിനും നല്ല ദേഷ്യം വന്നു. പിന്നെ നിങ്ങൾ എന്താ കരുതിയത്? അയ്യോ ജഗൻ സാറേ, ഞാൻ വെറുതെ. മുൻപ് വേറൊരു കൊച്ചുമായി ദേവസാറിൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ കൊച്ചിനെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. അതിന് എല്ലാം നിങ്ങളെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ഇവിടെ എന്തിനാണോ നിങ്ങൾ വന്നത് അത് മാത്രം ചെയ്താൽ മതി, മനസ്സിലായോ? ജഗൻ കടുപ്പിച്ച് പറഞ്ഞതും വത്സല വിളറിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഫുഡെല്ലാം റെഡിയായെങ്കിൽ എടുത്തു വെക്കേ. ജഗൻ പറഞ്ഞതിന് അവരൊന്ന് തലയാട്ടി കിച്ചണിലേക്ക് നടന്നു. ദേ, ഇവരുടെ സ്വഭാവം അത്ര ശരിയല്ല കേട്ടോ. നമുക്ക് ശരിയാക്കാടി. പാറു ഓക്കെ ആയിരുന്നല്ലോ അല്ലേ? അല്ല, ഞാനിവിടെ വരുമ്പോൾ അവളാകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു ഗിൽറ്റി ഫീലുണ്ട്. ഇതിനൊക്കെ കാരണം അവളാണെന്ന്. അത് വിട്, അവളെ ഓക്കെ ആക്കാൻ അവളുടെ കാശിയേട്ടന് മാത്രമേ പറ്റൂ. അവിടെ എന്തായി? നീരജ, അവളുടെ കാര്യം എങ്ങനെയാ? അമ്മു ചോദിച്ചതും ജഗൻ അവളെ നോക്കി പറഞ്ഞു തുടങ്ങി. അവൾ മെൻ്റലി ഓക്കെ അല്ലെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സോ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിനായി ഹോസ്പിറ്റലിലേക്ക് മാറ്റാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ് ഇതേ അവസ്ഥ അവൾക്ക് ഇതിനു മുൻപും വന്നിട്ടുണ്ടെന്നും അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെന്നും തെളിവുകളുണ്ട്. ജഗൻ പറഞ്ഞതെല്ലാം അവളൊരു ഞെട്ടലോടെയാണ് കേട്ടത്. ഏട്ടാ, ഈ മർഡർ അവളെ അത് യാതൊരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ആൻഡ് ഇതൊന്നും ഇവിടെ അവസാനിക്കാനും പോകുന്നില്ല. ഏട്ടാ, നമ്മുടെ പാറു, അമ്മു ഭയത്തോടെ പറഞ്ഞു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് അവൻ സമ്മതിക്കോ? ജഗൻ ചോദിച്ചപ്പോൾ അമ്മു ഇല്ല എന്ന് തലയാട്ടിയെങ്കിലും അവൾക്കുള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന ചിന്ത നിലനിന്നിരുന്നു. കാശിയേട്ടാ. ദേവ് നീരജയുടെ വിവരം പറഞ്ഞതും പാറു ഇടറലോടെ വിളിച്ചു. ഏയ്, ഒന്നും സംഭവിക്കില്ല, വെറുതെ കരയാൻ നിൽക്കണ്ട. അവളുടെ ചുണ്ടിൽ ഒന്ന് അമർത്തി മുത്തിയ ശേഷം അവൻ ഫ്രഷ് ആവാൻ കയറി. ഫുഡ് കഴിച്ച ശേഷം എല്ലാവരും കൂടെ ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. നാളത്തെ അമ്മുവിൻ്റെ ഇൻ്റർവ്യൂ ആണ് ചർച്ചാ വിഷയം. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അമ്മു സാന്ദ്രയുടെ വിഷയം പറയുന്നത്. നിന്റെ സ്റ്റാൻഡ് എന്താ പാറു? ജഗൻ ഗൗരവത്തിൽ തിരക്കി. ഞാൻ അവരെ കാണാൻ താല്പര്യപ്പെടുന്നില്ല ഏട്ടാ. അതിപ്പോൾ എന്തിൻ്റെ പേരിലായാലും. അവരുടെ ചേർത്ത് നിർത്തലും സ്നേഹത്തോടെയുള്ള വാക്കുകളുമൊക്കെ ആഗ്രഹിച്ച ഒരു പാർവതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം അതൊരിക്കലും അവർക്ക് കുറ്റബോധം തോന്നിയതുകൊണ്ടാകില്ല. മറിച്ച് എന്നിൽ നിന്നും അവർ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്തു തന്നെയായാലും ഇനി അങ്ങോട്ടൊരു മടക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാറു പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ ദേവിലായിരുന്നു. അവനപ്പോഴും അവളെ വെറുതെ നോക്കുക മാത്രമാണ് ചെയ്തത്. വീണ്ടും കുറച്ചു നേരം കൂടി എല്ലാവരും സംസാരിച്ചിരുന്നു. ജഗൻ അമ്മുവിനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അവളും വിട്ടുകൊടുക്കാതെ നല്ലത് തിരികെ പറയുന്നുണ്ട്.
തുമ്പി ദേവിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. കയ്യിൽ അവളുടെ ഫേവറേറ്റ് ടോയുണ്ട്. അതുമായി നല്ല കളിയിലാണ് കുഞ്ഞിപ്പെണ്ണ്. പാറൂസേ, ഇനി എന്താ നിന്റെ പ്ലാന്? PG നിനക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് റീസ്റ്റാർട്ട് ചെയ്യാനാണോ അതോ മറ്റെന്തെങ്കിലും ആണോ നിന്റെ മൈൻഡിൽ? പെട്ടെന്ന് ഓർത്തതുപോലെ അമ്മു അവളോടായി തിരക്കി. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. നിനക്ക് ഡിസൈനിങ് കോഴ്സ് നോക്കിക്കൂടെ? നിനക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളതായി എനിക്ക് മുന്നേ തോന്നിയിട്ടുണ്ട്. അമ്മ പറഞ്ഞപ്പോൾ പാറുവിനും അത് നല്ലതായി തോന്നി. നീ നന്നായി ആലോചിക്കേ, എന്നിട്ട് തീരുമാനിച്ചാൽ മതി. ഇതിനിടയിൽ ഒരു കോൾ വന്നതും ദേവ് തുമ്പിയെ ജഗൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് പുറത്തേക്കിറങ്ങി. വൈകിട്ട് അത്യാവശ്യമായ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ദേവും ജഗനും പുറത്തേക്ക് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വീടിന് തൊട്ട് മുന്നിലായി കടലുള്ളതുകൊണ്ടും അമ്മു പാറുവിനെയും തുമ്പിയെയും കൂട്ടി അങ്ങോട്ട് നടന്നു. സൺസെറ്റ് കാണുക എന്നതാണ് ലക്ഷ്യം. ബീച്ചിലേക്ക് ചെന്നതും അവരുടെ മുഖം വിടർന്നു. സൂര്യാസ്തമയത്തിൻ്റെ സമയമായതിനാൽ തന്നെ വാനം ചുവപ്പണിഞ്ഞ് നിൽക്കുകയാണ്. തുമ്പിയാണെങ്കിൽ ആദ്യമായി കടൽ കാണുന്നതിനാൽ തന്നെ അമ്മുവിൻ്റെ കയ്യിലിരുന്ന് ആവേശത്തോടെ എല്ലായിടവും നോക്കുകയാണ്. വലിയൊരു തിര വന്ന് ഇരുവരുടെയും കാൽപാദത്തെ നനച്ചുകൊണ്ട് പോയി. തുമ്പി തൻ്റെ കാലുപൊക്കി കാണിച്ചുകൊണ്ട് പാറുവിനോട് പറഞ്ഞു. ചുന്തിരിക്ക് കടലിൽ ഇറങ്ങണോ? തുമ്പിയെ മേലേക്കുയർത്തിപ്പിടിച്ച് അവളുടെ കുഞ്ഞിക്കൊമ്പയിൽ മുഖമിട്ടുരച്ചുകൊണ്ട് അമ്മു ചോദിച്ചതും കുഞ്ഞിപ്പെണ്ണ് ചിരിച്ചു. എൻ്റെ പൊന്നു! കുഞ്ഞിപ്പെണ്ണിൻ്റെ ചിരി കണ്ട് അമ്മു നിറഞ്ഞ വാത്സല്യത്തോടെ അവളുടെ ഉണ്ടക്കവളിൽ മുത്തി. പാറു തൻ്റെ പൊന്നുമോളെ നോക്കി നിറഞ്ഞു ചിരിച്ചു. തുമ്പി പാറുവിന് മേലേക്ക് ചാഞ്ഞുകൊണ്ട് വിളിച്ചതും പാറു അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു. അമ്മയുടെ മുത്താണ്. പിന്നെ പതിയെ ശ്രദ്ധയോടെ താഴെ നിർത്തി. തിരവന്ന് ആ കുഞ്ഞി കാൽപാദത്തെ തഴുകിപ്പോയതും തുമ്പി കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. ദേ! തുമ്പി പാറുവിനെ മുഖമുയർത്തി നോക്കി ചിരിയോടെ അവളുടേതായ ഭാഷയിൽ തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു. ബീച്ചിൽ വന്ന മിക്കവരുടെയും കണ്ണുകൾ ആ കുഞ്ഞു സുന്ദരിയിലായിരുന്നു. സൂര്യ! തങ്ങളുടെ മുന്നിൽ തലതാഴ്ത്തിയിരിക്കുന്നവനെ ദേവ് ഗൗരവത്തിൽ വിളിച്ചു. നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്? എന്നിട്ടിങ്ങനെ തലതാഴ്ത്തിയിരിക്കുന്നത് എന്തിനാണ്? ജഗൻ്റെ ചോദ്യം കേട്ടതും സൂര്യ അവനെയൊന്ന് നോക്കി. എടാ നീരജ. മനസ്സിലായില്ല? ജഗൻ്റെ സ്വരം കടുത്തു. ദേവ് അപ്പോഴും ഒന്നും മിണ്ടാതെ സൂര്യയെ നോക്കി, അവനെ പഠിക്കും പോലെ. എടാ നീരജ, അവളുടെ അവസ്ഥ അറിഞ്ഞില്ലേ നിങ്ങൾ? എന്തെങ്കിലും ചെയ്യടാ. ഇവനെ സ്നേഹിച്ചു എന്നൊരു കുറ്റം മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവർ പറയുന്ന അവളുടെ ഭ്രാന്ത് അതിവനല്ലേ? നീ കൊള്ളാലോ സൂര്യ. ഒന്ന് ചോദിക്കട്ടെ, ഇവൻ നിന്റെ സഹോദരനല്ലേ? ആണ്. പക്ഷേ ആരെങ്കിലും അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവൾ ഇവനെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ജക്ക? ഇവൻ്റെ ഓർമ്മ നഷ്ടമായ സമയത്തും ഇവൻ്റെ വരവിനായി കാത്തിരുന്നവളാണ് അവൾ. ഒടുക്കം എന്നേക്കുമായി ഇവനെ നഷ്ടമായി എന്ന് മനസ്സിലായപ്പോഴല്ലേ അവളുടെ മനസ്സ് പോലും കൈവിട്ടു പോയത്, സ്വന്തം അമ്മയെ പോലും ഇല്ലാതാക്കാൻ. നിർത്തിക്കോ സൂര്യ. ഇവൻ കേട്ടു നിൽക്കുമായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെയല്ല. നീ എന്തറിഞ്ഞിട്ടാ ആ ഡാഷ് മോളെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അവൾ എന്താണെന്നും എങ്ങനെയാണെന്നും നീ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളോടാണെന്ന് നീ മറക്കരുത്. ഞങ്ങൾക്കറിയാവുന്നതുപോലെ ആർക്കും അവളെ അറിയില്ല. ചെന്ന് പറഞ്ഞേക്ക് അവളോട് ഒന്നും നടക്കാൻ പോണില്ലെന്ന്. ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ജഗൻ ദേഷ്യത്തിൽ മുരണ്ടു. സൂര്യയുടെ മുഖം വിളറി. അവൻ ദേവിനെ നോക്കി. അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് പുച്ഛമായിരുന്നു. അത് സൂര്യയിൽ വിയർപ്പ് കണങ്ങൾ സൃഷ്ടിച്ചു. പാറു അമ്മുവുമായി ഓരോന്ന് സംസാരിച്ച് നടക്കുകയാണ്. പാറൂസേ! അമ്മു നീട്ടി വിളിച്ചു. നിനക്ക് നിന്റെ ജഗൻ ചേട്ടനെ പറ്റി എന്താ അഭിപ്രായം? അമ്മുവിൻ്റെ ചോദ്യം കേട്ടതും പാറുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. പിന്നെ എന്തോ കത്തിയതുപോലെ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. എൻ്റെ കെട്ടിയോനാകാനുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേടി പെണ്ണെ? അമ്മുവിലുമുണ്ടൊരു കള്ളച്ചിരി. പാവം എൻ്റെ ഏട്ടൻ. അതെന്താ പാറുവേ അങ്ങനൊരു പറച്ചില്? അമ്മു ചുണ്ടു കുറിപ്പിച്ച് നോക്കി. ഒന്നുമില്ല കുഞ്ഞേ, നിനക്കിപ്പോൾ ഒത്തിരി നാക്ക് വെച്ചിട്ടുണ്ട്. അത് വേണ്ട, നീ എൻ്റെ പഴയ പാവം പാറൂസായാൽ മതി. അതും പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ മെടഞ്ഞിട്ട മുടിയിൽ പിടിച്ചു വലിച്ചതും അമ്മുവിൻ്റെ കവളിൽ ഒരു കുഞ്ഞിക്കൈ വന്ന് പതിഞ്ഞു. പോ. നിനക്ക് ഇത് തന്നെ വേണം പാറു. നിന്റെ കാര്യത്തിൽ കുശുമ്പ് തീരെയില്ലാത്ത രണ്ടെണ്ണത്തിന് തന്നെയാ നിനക്ക് കിട്ടിയിട്ടുള്ളത്. അമ്മു കുശുമ്പ് കൊണ്ട് വീർത്തിരിക്കുന്ന തുമ്പിയുടെ കവളിൽ ഒന്ന് ചെറുതായി കുത്തിക്കൊണ്ട് പറഞ്ഞു.